വിവാഹം രജിസ്റ്റർ ചെയ്ത ശേഷം അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ നന്ദുവിന്റെ കാറിൽ ജോബി, കുഞ്ഞാവ എന്നീ രണ്ട് യുവാക്കളുടെ ബൈക്ക് വന്ന് തട്ടുന്നു. ഇതിന്റെ പേരിൽ നന്ദു അവരെ ചീത്ത വിളിച്ചതോടെ അവർ തിരികെ വന്ന് കാർ അടിച്ചു തകർക്കുകയും കല്യാണ പെണ്ണിന്റെ മുന്നിലിട്ട് നന്ദുവിനെ ക്രൂരമായി മർദ്ദിക്കുകയും അയാളുടെ മുണ്ടഴിച്ചു മാറ്റുകയും ചെയ്യുന്നു. ഈ സംഭവം നന്ദുവിന് വലിയ നാണക്കേടുണ്ടാക്കുന്നുവെങ്കിലും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകാതെ സമാധാനപരമായി ജീവിക്കാമെന്ന് ഭാര്യയായ ഗീതിക അവനോട് പറയുന്നു. എന്നാൽ തന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ചുണ്ടായ അപമാനത്തിന് പകരം ചോദിക്കാനായി നന്ദു രഹസ്യമായി ജോബിയെ കാണാൻ പോകുന്നു. കാറിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത ശേഷം ജോബിയെ അടിക്കാൻ ശ്രമിക്കുന്ന നന്ദുവിന് വീണ്ടും ജോബിയിൽ നിന്ന് മർദ്ദനമേൽക്കുകയാണ് ചെയ്യുന്നത്. കാമുകി ഉപേക്ഷിച്ചു പോയതിന്റെയും അവളിൽ നിന്ന് പബ്ലിക്കായി അപമാനം നേരിട്ടതിന്റെയും ഫ്രസ്ട്രേഷനിലാണ് ജോബി നന്ദുവിനോട് ഇത്രയും ക്രൂരമായി പെരുമാറിയത്. പിന്നീട് നന്ദുവും സുഹൃത്ത് തങ്കച്ചായനും ചേർന്ന് പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ പ്രശ്നം തീർക്കണമെങ്കിൽ ഗീതികയെ തന്റെ കൂടെ കിടക്കാൻ വിട്ടു നൽകണമെന്ന ഡിമാൻഡ് ജോബി നന്ദുവിനോട് ആവശ്യപ്പെടുന്നു. ഈ വിവരം അറിഞ്ഞ ഗീതിക ജോബിയെയും കുഞ്ഞാവയും അവർ താമസിക്കുന്ന റിസോർട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. ജോബിയുടെ ഡിമാൻഡ് അംഗീകരിക്കുകയാണെന്നും എന്നാൽ തന്റെ ഭർത്താവിന്റെ മുന്നിൽ വെച്ചു മാത്രമേ അതിന് തയ്യാറുള്ളൂ എന്നും ഗീതിക വളരെ കൂളായി ജോബിയോട് പറയുന്നു. ഇത് തങ്ങളുടെ ട്രാപ്പാണെന്നും എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നും അവൾ ജോബിയെ അറിയിക്കുന്നു. ഇതോടെ ശരിക്കും ഭയന്നു പോകുന്ന ജോബി താൻ ഒരു ഭീരുവും കഴിവ് കിട്ടവനുമാണെന്ന് സത്യം മറച്ചുവെച്ച് അവിടെ നിന്നും നാണം കെട്ടി ഇറങ്ങി പോകുന്നു. ഇതോടെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചതോടെ അവർ സുഖമായി ജീവിക്കുന്നു.